വെളുത്ത റോസാപ്പൂ വെറുമൊരു അലങ്കാരമായിരുന്നില്ല. ലാളിത്യം നിറഞ്ഞു തുളുമ്പുന്ന, പാപ്പ എന്ന വിശേഷണം പോലും ചേർക്കാതെ, കൊത്തുപണികളില്ലാതെ, ഫ്രാൻസിസ്കസ് എന്ന ലിഖിതം മാത്രം ചേർത്ത് ഒരു കുരിശിന്റെ പ്രഭാവലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പാപ്പയുടെ കല്ലറയിലെ റോസാപ്പൂവിന് പറയാനുണ്ട് പാപ്പയുടെ ആത്മീയതയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം. കാസ സാന്താ മാർത്തയിലെ പാപ്പയുടെ സ്വകാര്യ അപ്പാർട്ട്മെന്റിന്റെ പുറത്ത് ഒരു മാർബിൾ മേശയിൽ എപ്പോഴും പുതുമ നഷ്ടപ്പെടാത്ത ഒരു വെളുത്ത റോസാപ്പൂ ഉണ്ടായിരുന്നു. ലിസ്യൂവിലെ വിശുദ്ധ കൊച്ചുത്രേസ്യയുമായുള്ള പാപ്പയുടെ ആത്മബന്ധത്തിന്റെ പ്രതീകമായിരുന്നു അത്. പാപ്പയുടെ വിയോഗത്തോടെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അന്ത്യവിശ്രമം പുൽകിയ നിമിഷം മുതൽ മറ്റൊരു മാർബിളിൽ ഇപ്പോൾ പ്രതിഷ്ഠിതമായിരിക്കുന്ന റോസാപ്പൂവും ആ ആത്മീയ ബന്ധത്തിന്റെ തുടർച്ചയുടെ ഒരു പ്രതീകമാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് റോസാപ്പൂക്കൾ വർഷിക്കും എന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ വാക്കുകളുടെ പ്രതീകാത്മക നിറവേറൽ എന്നോണം താൻ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അവ കൈകൾ നീട്ടി സ്വീകരിക്കാൻ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥ്യം തേടിയിരുന്നുവെന്നും അതിനുള്ള സ്ഥിരീകരണ അടയാളമായി മിക്കപ്പോഴും തനിക്ക് വെളുത്ത റോസാപ്പൂ ലഭിച്ചിരുന്നുവെന്നും പാപ്പ എൽ ജെസ്യൂട്ട എന്ന അഭിമുഖ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. 2013 സെപ്റ്റംബറിൽ തന്റെ പേപ്പൽ കാലയളവിന്റെ തുടക്കത്തിൽ സിറിയയിലെ സമാധാനത്തിനായി സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒരു പ്രാർത്ഥനാ ജാഗരണ വേളയിൽ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഏതാനും ഉദ്ധരണികൾ വായിക്കപ്പെടുകയും സാന്താ മാർത്തയിലേക്ക് മടങ്ങിയെത്തിയ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വത്തിക്കാൻ ഉദ്യാനത്തിലെ ഒരു തോട്ടക്കാരൻ പറിച്ചെടുത്ത ഒരു വെളുത്ത റോസാപ്പൂവ് അപ്രതീക്ഷിത സമ്മാനമായി ലഭിക്കുകയുമുണ്ടായി. പോളിക്ലിനിക്കോ ജെമ്മല്ലിയിൽ ബയലാട്രൽ ന്യൂമോണിയ ബാധിച്ച് അവസാനമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷവും പാപ്പയ്ക്ക് അതേ സമ്മാനം ലഭിച്ചു. ലിസ്യൂവിൽ നിന്ന് വന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഒരു വെളുത്ത റോസാപ്പൂ. അദ്ദേഹം അത് തന്റെ കിടക്കയ്ക്കടുത്തുള്ള മേശയിൽ സൂക്ഷിച്ചു. ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ വരെ വിശുദ്ധ കൊച്ചുത്രേസ്യയുമായി പാപ്പ നിലനിർത്തിയിരുന്ന ആത്മബന്ധത്തിന്റെ ആ അടയാളം ഇപ്പോഴും ആ കല്ലറയിൽ വിശുദ്ധരുമായുള്ള കൂട്ടായ്മയുടെ പരിമളം പരത്തുകയാണ്. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.